CNG കാറുകൾ ഇപ്പോൾ നിരത്തിൽ നിറഞ്ഞിട്ടുണ്ടല്ലേ? നമുക്കിനി CNG ബൈക്കുകളെ കൂടി കുറിച്ച് സംസാരിക്കാം. CNG ബൈക്കുകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായി ഇന്ത്യയിലാണ് CNG ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇത് ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുക്കം സ്വദേശിയാണ്. ഗ്യാസിലോടുന്ന ബൈക്ക് കണ്ടിട്ടുണ്ടോ? ബൈക്കാണേ. ബജാജ് ലോകത്തിൽ ആദ്യമായി CNGയിൽ ഇറക്കിയ ബൈക്കാണ് ഇത്. കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് മുക്കത്തുള്ള ഒരാളാണ് വാങ്ങിയത്. ആളെയും ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാ? ഈ വണ്ടി ഡ്വൽ ഫ്യൂവലാണ്. അതായത് CNGയിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് പെട്രോളിലും 2 ടാങ്ക് ഉണ്ട് ഇതിന്. CNG ടാങ്കിൽ 2 കിലോ CNG നമുക്കിതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. പെട്രോൾ 2 ലിറ്റർ പെട്രോൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. രണ്ടും നമുക്ക് ഒരു സിമ്പിൾ സ്വിച്ച് ഉപയോഗിച്ച് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ചിൽ നമുക്ക് റണ്ണിങ്ങിൽ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാം. CNGയിലും തന്നെ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് യൂസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. കമ്പാരിറ്റീവ്ലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് 75,000 രൂപ ലാഭിക്കാമെന്നുള്ളതാണ് ഇവർ ഐഡിയലായിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. 1 കിലോ CNGയിൽ 115 വരെ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ ഏകദേശം 65 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് അവർ പറഞ്ഞ് മൈലേജ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം രണ്ടും ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 300 സംതിങ് കിലോമീറ്റർ നമുക്ക് ഒറ്റ ഇതിൽ യാത്ര ചെയ്യാം. നോർമൽ ബൈക്കും ഇതും തമ്മിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നോർമൽ ബൈക്കും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നോർമലി 125 cc ഉള്ളൊരു വണ്ടി ഓടിക്കുന്ന എല്ലാ കംഫർട്ടും ഇതിനുണ്ട്. അത്യാവശ്യം സൗണ്ട് ഉണ്ട്, ഏറ്റവും നല്ല വൃത്തി. ബുള്ളറ്റിൻ്റെ ഇപ്പോഴത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കയറിയുന്ന സമയത്ത് ഇതിൻ്റെ ഫീൽ ചെയ്ത് ഹൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം ഞാൻ നല്ല ഹൈറ്റുള്ള ആളതിനെ കൊണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ ലോങ് സീറ്റാണ് ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലാണ് CNGയുടെ ഇതുള്ളത്. ഇതിൻ്റെ ടാങ്ക് ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. സെക്യൂരിറ്റി ആയിട്ട് നല്ലൊരു അടിപൊളി ഫ്രെയിമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10ഓളം സെക്യൂരിറ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവർ ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിനെ മലിനീകരിക്കാത്ത CNGയിലോടുന്ന ഈ ബൈക്കുകൾക്ക് ചിലവും കുറയുമെന്നാണ് പ്രതീക്ഷ. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാര തന്നെ നമ്മുടെ കൂടെയുണ്ട്. നയൻതാര, CNG കാർ, ഇപ്പോൾ CNG ബൈക്ക് ഇതിനിയും നിരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. എന്തായാലും കേരളത്തിലൊന്ന് എത്തിയിട്ടുണ്ട്. ചെന്ന കാര്യങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഒന്ന് ഓടിച്ചുകൂടി നോക്കിയല്ലോ. എങ്ങനെയുണ്ട് പ്രത്യേകതകൾ? പറയൂ. ആദ്യം തന്നെ സിദ്ദിഖിനെ കുറിച്ച് പറയാം. സിദ്ദിഖ് ഒരു വാഹന പ്രേമിയാണ്. ഇദ്ദേഹത്തിന് ഇത്തരം വാഹനങ്ങൾ, അദ്ദേഹമാണ് ഇലക്ട്രിക് വാഹനം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ CNG ബൈക്ക് കേരളത്തിൽ ആദ്യമായിട്ട് വാങ്ങുന്നതും സിദ്ദിഖ് തന്നെ. സിദ്ദിഖിന് ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ടറിയാം. അതായത് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും വാഹനമുണ്ട്. നിരത്തിലിറങ്ങിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. നിരത്തിൽ നിറയെ വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പുകകൾ അത് അന്തരീക്ഷത്തിനെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു CNG വാഹനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പഠിക്കുകയും അത് വാങ്ങാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇലക്ട്രിക് വാഹനമായാലും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ അന്തരീക്ഷത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അത് കൃത്യമായി അതിന് ഏതെല്ലാം സാധ്യതകളുണ്ട് എന്ന് പഠിച്ച് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു CNG വാഹനം, ഈ CNG ബൈക്ക് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്ന സിദ്ദിഖ് പറയുന്നത് ഈ വാഹനത്തിന് വലിയ സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ. മറ്റ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് പെട്രോളും അതുപോലെ തന്നെ CNGയും ഒരുമിച്ച് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ CNG കൊണ്ട് ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതായത് മലിനീകരണം കുറയ്ക്കും എന്നാണ് ഇത് ഉപയോഗിക്കുന്നവരുൾപ്പെടെ പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിയും അവകാശപ്പെടുന്നത്. എന്തായാലും സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾ ചിന്തിച്ചതുപോലെ മറ്റുള്ളവരും ചിന്തിക്കട്ടെ എന്ന് നമുക്ക്. ശരിയാണ് നയൻതാര. എന്തായാലും ഇപ്പോൾ CNG കാറുകളൊക്കെ നമ്മളുടെ റോഡുകളിൽ കാണാൻ പറ്റും. അങ്ങനെ CNG ബൈക്ക് ഇതാ സിദ്ദിഖ് ഇറക്കിയിരിക്കുകയാണ്, സിദ്ദിഖ് വാങ്ങിച്ചിരിക്കുകയാണ്. അത് കൂടുതലായിട്ടും എന്തായാലും നമ്മുടെ റോഡുകളിൽ ഇനിയും വരുന്നതായിരിക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിലവൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് ഈ റിപ്പോർട്ടിലൂടെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ വരട്ടെ അല്ലേ. നയൻതാരയായിരുന്നു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്.